വെൽക്കം ടു ബുക്ക് കച്ചർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയായിരുന്നു ജൂലൈ 31 അവർ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഓഗസ്റ്റ് 31 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി പല വീഡിയോകളിൽ അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നൊന്നും കൂടി നോക്കാം. അവർ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം വിത്ത് ഓണേഴ്സ് ബിരുദം, അതുപോലെ തന്നെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാം, 2 വർഷ PG പ്രോഗ്രാമുകൾ, ഈ ഒരു പാറ്റേണിലാണ് കോഴ്സുകൾ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ വിത്ത് ഓണേഴ്സ് ബിരുദം ഉള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് BBA ആണ്. BBAയിൽ HR, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഈ 3 സ്പെഷ്യലൈസേഷനും വരുന്നുണ്ട്. പിന്നെ വരുന്നത് BCom ആണ്. BComൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അങ്ങനെ 3 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പിന്നെ വരുന്നത് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. പിന്നെ വരുന്നത് BA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ വരുന്നത് BA ഹിസ്റ്ററി, പിന്നെ BA സോഷ്യോളജി. ഇങ്ങനെ 6 UG പ്രോഗ്രാമുകളാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമുകളായിട്ടുള്ളത് വിത്ത് ഓണേഴ്സ് ബിരുദത്തോട് കൂടിയിട്ട്. ഇതിൽ നമുക്ക് 3rd ഇയറിൽ വെച്ചിട്ട് എക്സിറ്റ് 3 വർഷത്തെ ഡിഗ്രി പൂർത്തിയായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ പല UG പ്രോഗ്രാമുകളും 4 വർഷ ബിരുദമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 3 വർഷം കംപ്ലീറ്റ് ചെയ്താൽ 3 വർഷത്തെ ഡിഗ്രി എന്നുള്ള സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഈ കോഴ്സുകളിലുണ്ട്. പിന്നെ പഴയ ഒരു പാറ്റേണിലുള്ള 3 വർഷ UG പ്രോഗ്രാമുകളാണ്. അത് നമുക്കൊരു 10ഓളം കോഴ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് BA നാനോ എൻ്റർപ്രണർഷിപ്പാണ്. പിന്നെ വരുന്നത് BCA പ്രോഗ്രാം ഉണ്ട്. പിന്നെ വരുന്നത് BA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അടുത്ത് വരുന്നത് BA സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ വരുന്നത് BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ വരുന്നത് BA അഫ്സൽ ഉലമ. പിന്നെ വരുന്നത് BA ഇക്കണോമിക്സ്, BA ഫിലോസഫി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ്. അതായത് ഫിലോസഫിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റഡീസിനാണ് സ്പെഷ്യലൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് BA പൊളിറ്റിക്കൽ സയൻസ്. പിന്നെ വരുന്നത് BA സൈക്കോളജി. അപ്പോൾ 10 UG പ്രോഗ്രാം 3rd ഇയർ പാറ്റേൺ, 3 വർഷത്തെ ഡിഗ്രി പാറ്റേണിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് PG പ്രോഗ്രാംസുകളാണ്. അത് പഴയ പോലെ തന്നെ 4 സെമസ്റ്ററായിട്ട് 2 വർഷത്തെ പ്രോഗ്രാമുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് PG പ്രോഗ്രാമുകൾ ഒരു 12ഓളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് MCom, MA ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ MA മലയാളം ലാംഗ്വേജ്, MA ഹിന്ദി, പിന്നെ MA സാൻസ്ക്രിറ്റ്, MA അറബിക്. പിന്നെ വരുന്നത് MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA ഇക്കണോമിക്സ്, MA ഫിലോസഫി, MA പൊളിറ്റിക്കൽ സയൻസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് ഡിഗ്രി PG കോഴ്സുകൾ പ്രധാനമായിട്ട് ഇത്രയൊക്കെയാണുള്ളത്. അതിലിപ്പോൾ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷനൊക്കെ നമുക്ക് എടുത്ത് പറയാവുന്ന കോഴ്സാണ്. കാരണം നമ്മളിപ്പോൾ കാലിക്കറ്റിലായാലും NGയിലൊക്കെ ആയാലും MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു സ്പെഷ്യലൈസേഷൻ നമ്മൾ അധികം കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും MA പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു സബ് പേപ്പറായിട്ടാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൂടുതലും വരാറ്. NG യൂണിവേഴ്സിറ്റിയിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു PG പ്രോഗ്രാം, ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ PG പ്രോഗ്രാംസിൻ്റെ അവർ എലിജിബിലിറ്റി പറയുന്നത് എനി ഡിഗ്രിയാണ്. MComന് പോലും അത് അങ്ങനെ തന്നെ ചോദിക്കുന്നുള്ളൂ. എനി ഡിഗ്രി, അതായത് ഇന്ത്യയിലെ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായാൽ നമുക്ക് SL PG പ്രോഗ്രാമിലേക്ക് ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ UG കോഴ്സിനും അവർ 12th പാസ്സാണ് പറയുന്നത്. ഇത്രയാണ് ബേസിക് നമുക്ക് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 31/7 വരെ അവർ അഡ്മിഷൻ ഡേറ്റ് ഇട്ടിരുന്നത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഓഗസ്റ്റ് 31 വരെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ്റെയും മറ്റു കാര്യങ്ങൾക്കും വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.